ലിങ്ക്ഡിനിൽ കാണുന്ന എല്ലാ ജോലികളും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞ പോലെ ആരാണെങ്കിലും ആദ്യം ലിങ്ക്ഡിനിൽ പോയി നമുക്ക് ജോലി അന്വേഷിക്കാം. ഏത് രാജ്യത്ത് ചെന്നാലും ലിങ്ക്ഡിനിലാണല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട ജോലികളും കാര്യങ്ങളും കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ലിങ്ക്ഡിനിൽ നടന്നേക്കുന്ന ഒരു തട്ടിപ്പിനെ പറ്റിയാണ് പറയുന്നത്. ലിങ്ക്ഡിനിലും തട്ടിപ്പ്. ആക്ച്വലി അതായത് ഒരു കമ്പനി അവരുടെ പല പല ജോലി സെക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ജോബ് ഓപ്പണിംഗ്സിനെ പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു വ്യക്തി ആ ജോബ് ഓപ്പണിംഗ്സിനെ പറ്റി അപ്ലൈ ചെയ്ത സമയത്ത് കമ്പനി പറഞ്ഞേക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന സർട്ടിഫിക്കേഷൻസ് വേണം. അത് പല രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻസ് ചോദിക്കും. അപ്പോൾ ഇന്ന സർട്ടിഫിക്കേഷൻസ് വേണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് കമ്പനി എന്നെ സജസ്റ്റ് ചെയ്തു ഇന്ന പറയുന്ന ഒരു ഏജൻസിയിലാണ് ഈ സർട്ടിഫിക്കേഷൻ കിട്ടുന്ന കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിന് കോസ്റ്റ് വരുന്ന 7000 ദിർഹംസ് ആണ്. അപ്പോൾ ഈ അപ്ലൈ ചെയ്ത ആള് ഓഫ് കോഴ്സ് നമ്മൾ അദ്ദേഹത്തിന് 7000 ഇവിടെയാണല്ലേ നടന്നത്? നമ്മുടെ യു എ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 7000 ദിർഹംസാണ്. അദ്ദേഹത്തിന് അത്ര തന്നെ അഫോർഡ് ചെയ്യാൻ ഇതില്ല. അപ്പോൾ അദ്ദേഹം എന്ത് കൊടുത്തു, ക്രെഡിറ്റ് കാർഡ് വെച്ച് ഈ 7000 ദിർഹത്തിന്റെ പേയ്മെന്റും കാര്യങ്ങളും നടത്തി. കാരണം എന്താണെങ്കിലും പിന്നെ ജോലി കിട്ടുമ്പോഴത്തേക്ക് ഇത് റീപേ ചെയ്യാമല്ലോ എന്നുള്ള ഒരു തിങ്കിങ്ങിലാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ 7000 ദിർഹംസ് അടച്ചു. 7000 ദിർഹംസ് അടച്ചതിന് ശേഷം അപ്പോൾ ഓൾറെഡി ഈ സർട്ടിഫിക്കറ്റ് തരുന്ന പ്രൊവൈഡറുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി. പേയ്മെന്റ് നടത്തിയ പിന്നെ ഈ പ്രൊവൈഡറിനെ കാണാനില്ല, ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഏജൻസിനെ കാണാനില്ല. ഇത് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് നേരെ ആ ഫേമിൽ ചെന്ന്, ഏതാ ജോബ് ഓപ്പണിംഗ്സ് ഇട്ട ഫേം ഉണ്ടല്ലോ, ആ ഫേമിൽ ചെന്നപ്പം ആ ഫേമും ഇല്ല. അത് ഭയങ്കരമായിട്ട് രണ്ടുപേരൂടെ ചേർന്ന്, അതായത് ഒരേ ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലിങ്ക്ഡിനിൽ കാണുന്ന എല്ലാ ജോലികളും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഒന്ന് നോക്കുക, നമുക്ക് ആരെങ്കിലും ഒക്കെ മ്യൂച്വൽ ഉണ്ടോ അവരുമായിട്ടൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഒരു കമ്പനിയെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആ കമ്പനിയെ പറ്റി തിരക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കുറ്റങ്ങളും കാര്യങ്ങളും. തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ഒതന്റിസിറ്റി പരിശോധിച്ചതിന് ശേഷം മാത്രം ലിങ്ക്ഡിനിൽ പോലും കാണുന്ന അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ജോബ് ഓപ്പണിംഗ്, സ്വാഭാവികമായിട്ടും നമ്മളൊരു ജോലി അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാം. ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി അതിനെ മുതലെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് അക്ഷയ് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഇത്തവണ നാട്ടിൽ പോയ സമയത്ത് എന്റെ അനിയന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവന് ഇത്തരത്തിലുള്ള ജോലി അവസരം വന്നു. യൂറോപ്യൻ മാൾട്ടയിലേക്ക് ഒരു ജോലി അവസരമുണ്ട് എന്നുള്ള തരത്തിലേക്ക് ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഏജൻസി പറഞ്ഞു നിങ്ങൾക്ക് അവിടെ ജോലിയുണ്ട്, ഇത്ര രൂപ നിങ്ങൾക്ക് അവിടെ സമ്പാദിക്കാൻ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം, അവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ IELTS വേണം, കമ്പൽസറി ആയിട്ട് വേണമെന്ന് പറഞ്ഞു. മാൾട്ടയിൽ IELTS വേണമെന്ന് പറയുന്നു. എനിക്കറിയില്ല അത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇദ്ദേഹത്തോട് പറഞ്ഞത് IELTS വേണമെന്ന് പറഞ്ഞു. പക്ഷേ IELTSന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ മിനിമം ഒരു 6 മാസം 7 മാസം ഒക്കെ വേണ്ടി വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ IELTSന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ തരാം. നമ്മൾ അവിടുത്തെ അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വ്യാജമാണെന്നും പറയുന്നില്ല. അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വരാൻ വേണ്ടി പറ്റും. പക്ഷേ അതിന് നിങ്ങളൊരു 40,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് അടയ്ക്കണം. മൊത്തം തുക 70,000 ആണ്. 40,000 ഫസ്റ്റ് ഇത് അടയ്ക്കണം. ബാക്കി 30 നിങ്ങൾ അവിടെ എത്തിയിട്ട് അയച്ചാൽ മതി എന്നുള്ള രീതിയിലേക്കാണ് ഇവർ പറയുന്നത്. അത് വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാന്നാണ് പറയുന്നത്. വ്യാജമായിട്ടുള്ള, അതായത് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ് പറയുന്നത്. ഈ 40,000 രൂപ അടച്ചു, മാൾട്ടയ്ക്ക് പോകുന്ന സ്വപ്നം കണ്ട് പയ്യൻ കിടന്നുറങ്ങി. ഇന്ന് വരെ ഒരൊറ്റ കോൾ പോലും അവിടെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ഇതിന്റെ പേരിലാണ് വ്യാജത്തരം നടക്കുന്നത്. ഇതിന്റെ പേരിൽ അതായത് വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള, വളരെ ഒതന്റിക് ആയിട്ട് നമ്മളെ തോന്നിക്കുന്ന തരത്തിലേക്ക് ഇവർ വരികയും ഇന്ന സർട്ടിഫിക്കറ്റുകൾ വേണം, അല്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞൊരു തട്ടിപ്പിന്റെ സമയപരിധി കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പുകൾ അവസാനിച്ചു. കാരണം നമുക്കൊക്കെ മിനിമം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ജോലിക്ക് ഈ സർട്ടിഫിക്കേഷൻ വേണം, ഇതിനു വേണ്ടി നിങ്ങൾ ഇത്ര മുടക്കും എന്ന് പറഞ്ഞുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കെയർഫുൾ ആവേണ്ട കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ പോലെയുള്ളതും അതുപോലെ ഇതുപോലെയുള്ള IELTS വേണം, അല്ലെങ്കിൽ അതിന് പാരലായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ അറിയില്ല. അപ്പോൾ ഏത് ജോലിക്ക് പോയാലും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് പോവുക. നിങ്ങൾക്കൊരു സുഹൃത്തിനെ അറിയാമെങ്കിൽ ഈ കാര്യം കൂടെ അവരോട് ഒന്ന് പറയുക, ഇന്ന് റേഡിയോയിൽ ഇങ്ങനെ കേട്ടിരുന്നു, ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്, ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു.